വോൾട്ടാസിന്റെ പുതിയ ഹെപ്പ ഫിൽറ്ററുള്ള പൂർണ്ണമായും 6 അഡ്ജസ്റ്റബിൾ ടണേജ് മോഡലുകളിൽ കുളിർമയുള്ള കാറ്റ് നേരെ നിങ്ങളുടെ വീട്ടിൽ. നമസ്കാരം. വലിയ വിവാദത്തിലേക്കാണ് ഐഷ സുൽത്താന എന്ന് പറയുന്ന ഒരു ഡയറക്ടറിൻ്റെ സിനിമ ഇപ്പോൾ ലക്ഷദ്വീപിൽ വെച്ച് ഷൂട്ട് ചെയ്ത സിനിമ റിലീസുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പോൾ ഐഷ സുൽത്താന തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഐഷ നമസ്കാരം. നമസ്കാരം. ഐഷ, എന്താണ് ഇപ്പോൾ സിനിമയ്ക്ക് പറ്റുക? എനിക്ക് തോന്നുന്നു ഈ വരുന്ന മാസമാണ് ഐഷ സുൽത്താനയ്ക്കെതിരെ വലിയ ഒരു ആരോപണമുണ്ടായി. പിന്നീട് രാജ്യദ്രോഹം കുറ്റം ഉൾപ്പെടെ ചുമത്തുകയും ചെയ്തു. അന്ന് വലിയ വാർത്താ പ്രാധാന്യമുണ്ടായി. വലിയൊരു നിയമ പോരാട്ടത്തിലായിരുന്നു ഐഷ സുൽത്താന. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ഐഷ സുൽത്താൻ അതിനു മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ച സിനിമയാണ്. ആ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്യാൻ നിർമ്മാതാവ് സമ്മതിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അതിൻ്റെ ഉള്ളടക്കം? അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. സാധാരണ രീതിയിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ റിലീസ് ചെയ്യാന്നുള്ള ഒരു പ്രൊഡ്യൂസറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം ഞാൻ അത് തന്നെയാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ പ്രൊഡ്യൂസർ റിലീസ് ചെയ്യുമായിരിക്കും. കാരണം എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു, ഞാൻ അവരെ ഏൽപ്പിച്ചു. ഞാൻ ചോദിക്കാറുണ്ട് എന്നാണ് നമ്മൾ റിലീസിങ് ഡേറ്റ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ. നമ്മൾ പറയാമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ കുറേ നാളുകളായിട്ട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് എനിക്കതിൻ്റെ ഒരു കറക്റ്റ് വർഷം മനസ്സിലായത്. ഈ സിനിമ റിലീസ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത്. അതിന് കാരണം എന്ന് പറയുന്നത്, ഈ സിനിമയിലൂടെ ഞാൻ ലക്ഷദ്വീപിനെ പറ്റി, ലക്ഷദ്വീപിൻ്റെ റിയൽ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. ലക്ഷദ്വീപിന് എന്ത് വേണം, എന്ത് വേണ്ട. ഈ ലഗൂൺ വില്ല എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അപ്പം നമ്മളെ ലക്ഷദ്വീപിന് ലഗൂൺ വില്ല യഥാർത്ഥത്തിൽ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഹോസ്പിറ്റലുകളാണ്. അപ്പം എൻ്റെ സിനിമയിലൂടെ ഞാൻ എൻ്റെ ഹോസ്പിറ്റലുകളാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്, ഞങ്ങൾക്ക് ലഗൂൺ വില്ല ആവശ്യമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിന് എന്താ പറയുക, അത് എതിർത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മളെ പ്രൊഡ്യൂസർ മുന്നോട്ട് വന്നത്. അവരെന്നോട് മുഖത്ത് നോക്കി പറയുകയും ചെയ്തു, ഇതിൽ കേന്ദ്ര സർക്കാരിനെ ഞാൻ വിമർശിച്ചിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, കേന്ദ്ര സർക്കാരിനെ ഞാൻ അങ്ങനെ പേരെടുത്ത് വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് സിനിമ ഒക്കെ വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനായിക്കോട്ടെ, പല പല സർക്കാരുകൾ, മാറി വരുന്ന സർക്കാരിനൊക്കെ പരിഹസിച്ചുകൊണ്ടും ഒക്കെ ഒരുപാട് സിനിമ വരുന്നുണ്ട്. എൻ്റെ സിനിമ ആദ്യമായിട്ടൊന്നുമല്ല. അപ്പം എൻ്റെ സിനിമയിലൂടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ലക്ഷദ്വീപിന് എന്ത് വേണം, എന്ത് വേണ്ട എന്നുള്ളതാണ്. അതിൽ വ്യക്തമായുള്ള കൈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ മേ ബി അത് അവർക്ക് തോന്നിയതിൽ തെറ്റൊന്നുമില്ല. അപ്പം ഞാനത് എന്തായാലും പിന്തിരിയാനും ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ഈ ഒരു സിനിമ ലക്ഷദ്വീപുകാർക്ക് ആവശ്യമുള്ള സിനിമയാണ്. ഇത് ജനം കാണേണ്ട സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഐഷ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഐഷ മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഇത് BJPയുടെ ലക്ഷദ്വീപ് ഘടകം ജനറൽ സെക്രട്ടറിയുടെ വൈഫാണ് ഇതിൻ്റെ നിർമ്മാതാവ്, അല്ലേ? അതുകൊണ്ട് തന്നെ BJP അത് കൃത്യമായി തന്നെ എതിർക്കുന്നു എന്നാണ് ഇപ്പോൾ ഐഷയുടെ വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഐഷ ഇത് വലിയൊരു പോരാട്ടം നടത്തിയൊരു വനിതയാണ്. ഐഷ ആ സമയത്ത് വലിയ പോരാട്ടം നടത്തി. അന്നത്തെ നിയമ സംവിധാനത്തിൽ പൊരുതിയാണ് ഐഷ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അന്ന് പ്രഫുൽ പട്ടേലിനെതിരെ വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചു എന്നൊരു ചാനൽ ചർച്ചയ്ക്കിടയിൽ നാക്കുപിഴയിലുണ്ടായ സംഭവം എടുത്താണ് രാജ്യദ്രോഹം കുറ്റം ചുമത്തിയത്. അതിൻ്റെ എല്ലാം ഒരു പ്രതികാരമായിട്ടാണോ ഇപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് ഈ BJP ലക്ഷദ്വീപ് ഘടകത്തിൻ്റെ സെക്രട്ടറിയുടെ വൈഫ് പറയാനുള്ള കാരണമായി കാണുന്നു? ഈ സിനിമ 2020 ഞാൻ അനൗൺസ് ചെയ്യുന്നത്. 2020 അനൗൺസ് ചെയ്തിട്ട് 2021 ഒരു ജനുവരി ഫെബ്രുവരി മാസത്താണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഇതിനെപ്പറ്റി ഇങ്ങനെ ഈ BJP ആണെന്നോ അല്ലെങ്കിൽ ഇവരുടെ ഹസ്ബൻഡ് BJP അങ്ങനെ ഒരു സംഭവം എന്നിലുണ്ടായിരുന്നില്ല. അവരിലും അവരുടെ പെരുമാറ്റ രീതിയിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് പലപ്പോഴായിട്ട് എൻ്റെ ലൊക്കേഷനിൽ വെച്ച് ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മളെ ഫ്ലെക്സുകൾ, കൊടികൾ, ഇതൊക്കെ മിസ്സിങ് ആവുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിക്കേണ്ടത്, നമ്മൾ പിറ്റന്നാൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴേക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പ്രോപ്പർട്ടീസ് ഇല്ല. ഈ പ്രോപ്പർട്ടീസ് ലക്ഷദ്വീപിൽ നിന്ന് കാണാതാവുകയാണ്. ലക്ഷദ്വീപിൽ കള്ളന്മാരില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ ഈ കൊടികൾ ആരും മോഷ്ടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. കാരണം ഇത് വിറ്റിട്ട് ആർക്കും പൈസയും കിട്ടാൻ പോലില്ല. അപ്പോൾ ഇതെങ്ങനെ എൻ്റെ ഈ ഞാൻ കൊണ്ടുവന്ന പ്രോപ്പർട്ടീസ് എങ്ങനെ മിസ്സാവുന്നുണ്ട്? ഇതൊക്കെ എനിക്ക് ചെറിയ തോതിൽ സംശയം തോന്നിയതാണ് പലപ്പോഴായിട്ട്. പക്ഷേ ഇപ്പോഴാണ് എനിക്കതിന് പൂർണ്ണ രൂപം ഉണ്ടായത്. കാരണം അന്ന് ഈ മിസ്സായിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇവർ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളാണ് എന്നുള്ളതും, അന്ന് രാജ്യദ്രോഹി ആയിരുന്ന സമയത്ത്, അങ്ങനെ ഒരു കുറ്റം ചുമത്തിയ സമയത്ത് പോലും ചാനൽ ചർച്ചയ്ക്ക് എന്നോട് പോരുതെന്ന് പറഞ്ഞു. പോയി കഴിഞ്ഞാൽ ഈ പടത്തിൽ നിന്ന് നിൻ്റെ പേര് ഞങ്ങൾ മാറ്റുമെന്ന് പറഞ്ഞു.
ഈ പടം ഡബ്ബിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അലിക്കാക്കൊക്കെ അറിയാം, നിങ്ങളെ പല ഇൻ്റർവ്യൂസും നടന്നിട്ടുള്ളത് ഞാൻ ഡബ്ബിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡിയോയിൽ വെച്ചാണ്, അതും ഈ ഫ്ലഷിൻ്റെ സ്റ്റുഡിയോ വെച്ച്. അന്ന് പോലും ഫ്ലഷ് എന്നുള്ളൊരു വേർഡ് പോലും ഞാൻ നിങ്ങൾ ആരോടും മിണ്ടിയിട്ടില്ല. കാരണം BJP-ക്കാർ പലപ്പോഴായിട്ട് പറയാറുണ്ട് ഞാനിത് സിനിമയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയായിരുന്നു അന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തത് എന്നൊക്കെ പറയുമ്പോഴും ഞാൻ എവിടെയും ഒരു സ്ഥലത്ത് പോലും എൻ്റെ ഫ്ലഷ് എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ പേരോ ഈ സിനിമേനെ പറ്റിയോ മാർക്കറ്റ് ചെയ്തിരുന്നില്ല എന്നുള്ളത് അലിക്കാക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. നിങ്ങൾ ഈ മീഡിയാസിന് എല്ലാവർക്കും അറിയാവുന്ന, അന്ന് ഒരുപാട് മീഡിയാസ് തന്നെ ഈ ഫ്ലഷിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചും ഫ്ലഷിൻ്റെ ഇൻ്റർവ്യൂസ് ചോദിച്ചും വന്നിട്ടുണ്ട്. അന്നൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഇന്നിപ്പോൾ മനഃപൂർവ്വം എന്നെ ഇവർ അവഗണിക്കുകയാണ്, മനഃപൂർവ്വം എൻ്റെ സിനിമ റിലീസ് ചെയ്യാൻ സമ്മതിക്കുകയാണ് എന്നത് എന്നോട് മുഖത്ത് നോക്കി പറയുമ്പോൾ എനിക്ക് പ്രതികരിക്കാതെ പറ്റില്ല. അപ്പോൾ ഇവരുടെ റിവഞ്ച് തന്നെയാണിത്. അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൽ നിന്ന് നിൻ്റെ പേര് ഞങ്ങൾ മാറ്റും. എന്തായാലും അവരങ്ങനെ പറയുമ്പോൾ അവർക്ക് സിനിമേനെ പറ്റി ഒരു അറിവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. അന്നേ ഉണ്ട് ഞങ്ങളുടെ ഇടയിൽ പ്രശ്നം. അല്ല, അതിനകത്ത് മറ്റു പ്രധാന ഈ ഡയറക്ടർ എന്ന നിലയിൽ ഐഷ സുൽത്താന അതിൻ്റെ നിർമ്മാതാവിൻ്റെ അടുത്ത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് കഥകളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഈ കഥകൾ കേട്ടതിന് ശേഷമാണ് നിർമ്മാതാവ് പണം മുടക്കാൻ തയ്യാറായി വരുന്നതും. അന്നൊന്നും ഇല്ലാത്ത എതിർപ്പ് പെട്ടെന്നുണ്ടാവുന്നു, റിലീസ് ചെയ്യില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഐഷ പറയുന്നുണ്ട്, ഇടയ്ക്ക് വെച്ച് ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് തൻ്റെ പേര്, ഐഷയുടെ പേര് ഒഴിവാക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം ഈ ഷൂട്ടിന് ശേഷമാണോ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത്? ഷൂട്ടിന് ശേഷമാണ് എൻ്റെ പേരെടുത്ത് മാറ്റും എന്നൊക്കെ പറഞ്ഞിരുന്നത്. നമ്മൾ അന്ന് ലക്ഷദ്വീപിൻ്റെ പ്രശ്നം, ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്ത് വന്നതിന് ശേഷമാണല്ലോ നമ്മൾ ലക്ഷദ്വീപിൻ്റെ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്രഫുൽ പട്ടേൽ വരികയും നമ്മൾ പുള്ളിക്കെതിരെ സംസാരിക്കുകയും ആ ചാനൽ ചർച്ചകളൊക്കെ നടക്കുന്നത് ആ സമയത്താണ്. അപ്പം അത് 2021 എൻഡിൽ ആ ടൈം ഏതാണ്ട് ഈ ഒരു ടൈം പീരീഡിലാണ്. ആ സമയത്താണ് എന്നോട് പറയണത് ഇങ്ങനെ ഇത് റിലീസിൻ്റെ പറ്റിയല്ല, എന്നോട് പറഞ്ഞ പോയിന്റ് ഐഷയുടെ പേര് ഞങ്ങൾ മാറ്റും, കാരണം ഞങ്ങൾക്കിപ്പോൾ ഇത് ഭയങ്കര പ്രശ്നമായിരിക്കുക, അത് സിനിമേനെ ബാധിക്കും, നീ ഇങ്ങനെ പോയി സംസാരിക്കുമ്പോൾ അത് ഭാവിയിൽ ഞങ്ങളെ പൈസയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ഇതിനു വേണ്ടി 1.5 കോടി മുടക്കിയതാണ്, അപ്പോൾ അത് കാരണം ഞങ്ങളെ പൈസ പോവും, അതുകൊണ്ട് നീ ഇത് സംസാരിക്കരുത്, അല്ലെങ്കിൽ നിൻ്റെ പേര് ഞങ്ങൾ ഇതിൽ നിന്നെടുത്ത് മാറ്റും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഇവർക്ക് അറിവില്ലാത്തത് കൊണ്ട് പറയണതാണ്. ഞാനത് മൈൻഡ് ചെയ്യാൻ പോയില്ല. കാരണം ഒരു ഡയറക്ടറിൻ്റെ പേരെടുത്ത് മാറ്റുക അല്ലെങ്കിൽ റൈറ്ററിൻ്റെ പേരെടുത്ത് മാറ്റുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യമല്ല. കാരണം അത് എൻ്റെ കഴിവാണ്, ഞാൻ ചെയ്ത എൻ്റെ വർക്കാണ്. അപ്പോൾ അതെടുത്തിട്ട് പിന്നെ ഇവരെ പേരെടുത്ത് വെക്കാൻ പറ്റുമോ? ഒബ്വിയസ്ലി അത് നടക്കില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഞാനത് വലിയ കാര്യമാക്കിയില്ല. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് ഒക്കെ അതും ഇതും കൂട്ടിക്കൊഴിച്ച് നോക്കുമ്പോൾ അവർ ടാർഗറ്റ് ചെയ്തതെന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിത് പറയാവുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാതാവിൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഐഷ സുൽത്താന വലിയ രീതിയിൽ ഫേസ്ബുക്കിൽ ഒരു വലിയ പോസ്റ്റാണ് ചെയ്തത്. അത് സമൂഹ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവിനെ വിളിച്ച് ഫോണിൽ വല്ലതും സംസാരിച്ചു? ഞാൻ സംസാരിച്ചിരുന്നു, ഫോണിലല്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആറ്റബി എന്നാണ് പേര്. അവള് ലക്ഷദ്വീപിലെ തന്നെ ഒരു BJP ഘടകമാണ്. അപ്പോൾ പുള്ളിക്കാരിനെ കൊച്ചിയിൽ താമസിക്കുന്ന. അപ്പം ഞാനിപ്പോൾ 1 വർഷത്തോളം കോണ്ടാക്റ്റ് ഒന്നുമില്ല, ഞാനും ബീന കാസിമും. ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഇടയിൽ തന്നെ ഇങ്ങനെ പലപ്പോഴായിട്ട് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ ഉമ്മാനൊക്കെ ഫോൺ ചെയ്തിട്ട്, ഞാനിപ്പോൾ ഇന്നാൾ ലക്ഷദ്വീപിലായിരുന്നപ്പോൾ ഇവിടെ കൊച്ചിയിലുള്ള എൻ്റെ ഉമ്മാനെ ഫോൺ ചെയ്തിട്ട് ഉമ്മാനോട് പറയുകയാണ് ഇങ്ങനെ ഐഷ റിലീസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അതായത് ഞാൻ റിലീസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ഞങ്ങളെ പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇവൾ ഈ ലക്ഷദ്വീപിൽ പോയിട്ട് എന്ത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ഉമ്മയുടെ മൈൻഡിലിട്ടോട് എൻ്റെ ഉമ്മ എന്നെ വിളിച്ചിട്ട് എന്നോട് പറയാം, മോളെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം നീ റിലീസിന് വേണ്ടി ഒരുപാട് ആളുകളെ കൊണ്ടുവന്നാണല്ലോ, ഇവരാണല്ലോ റിലീസ് ചെയ്യാൻ സമ്മതിക്കുന്നത്, എന്നിട്ട് ഇപ്പോൾ ഇവർ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെയൊക്കെയാണല്ലോ സംസാരിക്കണം. അപ്പം ഞാനിപ്പോൾ തിരിച്ചു വന്നപ്പം ഞാനിവരെ വിളിച്ചു, ഇവർ ഫോൺ എടുത്തില്ല. പിന്നെ നമ്മൾ ഈ ആറ്റബി ത്രൂ തന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ആ മീറ്റിങ്ങിൽ വെച്ചാണ് ഫൈനലി ആ മീറ്റിംഗ് നടന്നതിൻ്റെ പിറ്റന്നാളാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. അന്ന് അവരെന്നോട് വെട്ടിത്തുറന്ന് പറഞ്ഞു, ഞാനിങ്ങനെ OTT-കാരെ കൊണ്ടുവന്ന് കൊടുത്തു, അത് അവർക്ക് പറ്റില്ല, റിലീസ് ചെയ്യാനുള്ള ആളുകളെ കൊണ്ടുവന്ന് കൊടുത്തു, അത് അവർക്ക് പറ്റില്ല. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങളുടെ മൈൻഡിൽ എന്താണ് ശരിക്കും, നിങ്ങൾ തുറന്നു പറ, ഞാൻ അതിനനുസരിച്ച് മൂവ് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോഴാണ് അവർ പറയണത്, നീ അതിൽ പറഞ്ഞിരിക്കുന്ന ലഗൂൺ വില്ലയാണ്, നീ അതിൽ പരാമർശിച്ചിരിക്കുന്ന ഹോസ്പിറ്റലാണ്, നീ പറഞ്ഞ അത്ര ഇഷ്യൂസ് ഒന്നും ലക്ഷദ്വീപിലില്ല, പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു പടം റിലീസ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞ അത്ര ഇഷ്യൂസ് ഇല്ല എന്ന് പറയാൻ ഇവർക്ക് എങ്ങനെ പറ്റിയെന്നുള്ളതാണ്. കാരണം ഇവരുടെ ഹസ്ബൻഡ് ഒരു ലക്ഷദ്വീപുകാരനാണ്. അപ്പോൾ ഇവർ ലക്ഷദ്വീപിലെ അല്ലെങ്കിലും ഇവർ കോഴിക്കോടുകാരിയാണ്, ഹസ്ബൻഡ് ലക്ഷദ്വീപിലാണെങ്കിലും ലക്ഷദ്വീപിൽ നടക്കുന്ന ഈ ഇവാക്യുവേഷൻ, ഇത്രയും പ്രശ്നങ്ങൾ എല്ലാം അറിയുന്ന ഒരാളാണ് അവർ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ പ്രൊഡ്യൂസറായിട്ട് അവർ വന്നപ്പോൾ ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചത്. കാരണം ലക്ഷദ്വീപിന് അറിയുന്ന ഒരാളാണ്.
ഞാൻ ഒരു ലേഡിയാണ്, എന്നെപ്പോലെ തന്നെ ചിലപ്പോൾ നാട്ടുകാരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണെന്നുള്ളത് ഞാൻ വിശ്വസിച്ചു. പക്ഷേ വന്ന് ഇപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഇവള് പറയുന്ന അത്ര പ്രശ്നങ്ങൾ, അതായത് ഞാൻ സിനിമയിൽ പറയുന്ന അത്ര പ്രശ്നങ്ങളൊന്നും ലക്ഷദ്വീപിലില്ല എന്ന്. ഞാനതിൽ കാണിച്ചിരിക്കുന്ന ഇവാക്വേഷനാണ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിനെ പറ്റിയാണ്. ഞാനതിൽ കാണിച്ചിരിക്കുന്നത് ലഗൂൺ വില്ല ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോബ്ലംസ് ലക്ഷദ്വീപിന് ഉണ്ടാവുമെന്നുള്ളതാണ്. അതങ്ങനെ ഒരു പ്രൊജക്റ്റ് അവിടെ വരേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം അവിടേക്ക് ആവശ്യമുള്ളത് ഇപ്പം 26,000 കോടി രൂപയുടെ ജയിലാണ് നമ്മൾ പ്രഫുൽ പട്ടേൽ അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതിനെ ഞങ്ങൾ എതിർത്തു. കാരണം എന്താ, ലക്ഷദ്വീപിൽ ഈ പറയുന്ന കള്ളവും കൊലപാതകവും ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ജയിലിൻ്റെ ആവശ്യം എന്താ എന്നാണ് ചോദ്യം ആണ് ഞങ്ങൾ ചോദിച്ചത്. അതേപോലെ ഈ ലഗൂൺ വില്ല 3,000 കോടിയുടെ പ്രൊജക്റ്റ് അവിടേക്ക് വരുമ്പോൾ അതിന്നൊരു 20 അല്ലെങ്കിൽ അതിന്നൊരു തുച്ഛമായിട്ടുള്ളൊരു ക്യാഷ് പോരെ ലക്ഷദ്വീപിൽ നല്ലൊരു ഹോസ്പിറ്റൽ പണിയാൻ. ഇന്നേ വരെ ലോകത്തെ എല്ലാ സ്ഥലത്തും എല്ലാ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുണ്ട്. ഈ ലക്ഷദ്വീപുകാർക്ക് എവിടെയാണ് ഒരു ഹോസ്പിറ്റൽ ഉള്ളത്, എവിടെയാണ് ഡോക്ടേഴ്സ് ഉള്ളത്? അവരിന്നും ആശ്രയിക്കുന്നത് കേരളത്തിനെയാണ്. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമുക്കിവിടെ എവിടെയെങ്കിലും ഒരു അസുഖം വന്നാൽ അറ്റ്ലീസ്റ്റ് സൈക്കിളിലെങ്കിലും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഞങ്ങൾ ദ്വീപുകാർ എന്ത് ചെയ്യും? ഞങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത് കപ്പലാണ്, നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത് ഇവാക്വേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അല്ലാണ്ട് എങ്ങനെ നമുക്ക് യാത്ര ചെയ്ത് ഈ കടലിലും കടന്ന് നമുക്ക് ഒരു പേഷ്യൻറ്റിനെ ഇവിടെ എത്തിക്കാൻ പറ്റും? ഇനി അഥവാ ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ എത്ര താമസിക്കും എന്നറിയോ ഒരു ചികിത്സ കിട്ടാൻ? ആ ചികിത്സ കിട്ടുമ്പോഴേക്കും ആ പേഷ്യൻ്റ് മരിച്ചു പോകും. മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് അടക്കം. ഞങ്ങൾ ആളുകൾ അങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുപോകണില്ല. ഇതൊക്കെ എന്ത് അനീതിയാണ് ലക്ഷദ്വീപിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ അനീതി ചോദിച്ചതാണ്. ഇതേപോലെ തന്നെയാണ് ആ സിനിമയിലുള്ള ചോദ്യങ്ങൾ. അതിലെ നടൻ സംസാരിക്കുന്നത് സബ്ജക്റ്റുകളെല്ലാം ഈ സബ്ജക്റ്റുകളെല്ലാം സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പം ഐഷ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ സബ്ജക്റ്റുകളെല്ലാം സിനിമയിൽ വൺ ബൈ ആയി പറഞ്ഞു വെക്കുന്നുണ്ടോ? ഈ സബ്ജക്റ്റാണ് ആ സിനിമ. എൻ്റെ സിനിമയിലെ നായകൻ സംസാരിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ സംസാരിച്ച കാര്യങ്ങളാണ്. ഇത് ഞാൻ പറയേണ്ട കാര്യങ്ങൾ അവൻ ത്രൂ ഞാൻ പറയിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇതാണ് ആ സിനിമ. എനിക്ക് മനസ്സിലാവുന്ന മറ്റൊരു പ്രധാനമായി നമ്മൾ ഇതിൻ്റെ ഒരു സോങ് റിലീസ് ചെയ്തിരുന്നു. ഐഷ സോങ് റിലീസ് ചെയ്തിരുന്നു. ആ സോങ് വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുത്തെടുത്തു. അതുപോലെ ട്രെയിലർ റിലീസ് ചെയ്തു, അത് ആളുകൾ ഏറ്റെടുത്തു. ആ കുറച്ച് കുട്ടികളെ വെച്ചുള്ള ആ സോങ്ങൊക്കെ നമ്മളെല്ലാവരും കണ്ടിരുന്നതാണ്. ആ കുട്ടികൾ അവിടെ ലക്ഷദ്വീപിലുള്ള ആളുകൾ തന്നെയാണ് അഭിനയിച്ചിരുന്നത്. ഇവരുടെ എല്ലാവരുടെയും സ്വപ്നമാണ് അസ്തമിക്കാൻ പോകുന്നത് ഇത് റിലീസ് ചെയ്തില്ലെങ്കിൽ. അതെ, സത്യമായിട്ടും. കാരണം അവർക്കൊന്നും സിനിമ എന്താണെന്ന് അറിയില്ലായിരുന്നു. അവർ ആദ്യമായിട്ട് അഭിനയിക്കണം ആ കുട്ടികളൊക്കെ. അവർ അതിനൊക്കെ ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത്. പക്ഷെ എനിക്ക് തന്ന ഫീൽ എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ അഭിനയിക്കുന്ന ആദ്യത്തെ ടേക്കിൽ തന്നെ ഓക്കെ ആക്കിയ കുട്ടികൾ, അത്രയും കഴിവുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ കഴിവുകൾ കൂടെ പുറത്തേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ പുതിയ ആളുകളെ വെച്ച് തന്നെ സിനിമ ചെയ്തത്. സത്യത്തിൽ നമുക്ക് എത്ര ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് എനിക്ക് കിട്ടുമായിരുന്നു. ഞാനൊരു 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഈ സിനിമാ ഫീൽഡിൽ. എനിക്കറിയാവുന്ന ആളുകളാണ് ഇവിടെ ഉള്ളവർ. എല്ലാവരും എനിക്ക് ഡേറ്റ് തരില്ല എന്ന് ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ഞാനൊരു നല്ല പ്രൊജക്റ്റുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഡേറ്റ് കിട്ടില്ല എന്നാണോ പറയാം? അല്ലല്ലോ. എനിക്ക് നല്ലൊരു കൊമേഴ്ഷ്യൽ പടം ചെയ്യാം. ഇതൊരിക്കലും ഒരു കൊമേഴ്ഷ്യൽ പടമല്ല. ഇത് ലക്ഷദ്വീപിലെ പ്രശ്നങ്ങളും പ്ലസ് ഒരു മിത്തും കൂടെ കലർന്നിട്ടുള്ള പടമാണ്. അപ്പം അങ്ങനെയാണ് ഞാനിതിനെ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ ബീന കാസിം പറയുന്നത് ഞാൻ പറഞ്ഞ കഥയല്ല ഞാൻ ഷൂട്ട് ചെയ്തതെന്ന്. അത് വളരെ വലിയ തെറ്റാണ്. അവർ വേറെ പലരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അവർ പറയുന്നത് കടലിനെ സ്ത്രീയോട് ഉപമിച്ചു കൊണ്ടുള്ളൊരു കഥയാണത്ര ഞാൻ പറഞ്ഞതെന്ന്. ഇതിൻ്റെ ക്ലൈമാക്സ് അങ്ങനെ തന്നെയാണ്. കടലിനെ ഞാൻ സ്ത്രീയോട് ഉപമിച്ച് തന്നെയാണ് കാണിച്ചേക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള പക്വത അവർക്ക് ഉണ്ടാവില്ലായിരിക്കും. കാരണം ഒരു ക്രിയേറ്റീവ് സൈഡ് എന്താണെന്നോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു റൈറ്ററിൻ്റെ ക്രിയേറ്റിവിറ്റി എന്താണെന്നുള്ളതോ അവർക്ക് തിങ്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. ഈ സിനിമയ്ക്ക് വേറെ അവാർഡുകളൊക്കെ ലഭിച്ചിരുന്നല്ലോ അല്ലേ? അതെ, കർണാടകയിൽ നിന്ന് ഒരു അവാർഡ് ലഭിച്ചിരുന്നു. പക്ഷെ എന്നെ ആ അവാർഡ് മേടിക്കാനൊന്നും അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനും പിന്നെ ഇപ്പം ഇത് കണ്ടിട്ട് അവാർഡ് കിട്ടി എന്നുള്ളത് എനിക്ക് അതിലല്ല സന്തോഷം. ഇത് നമ്മൾ എളമരം കരീം സാറിനെ പോലുള്ള സാറിനോടൊക്കെ ഞാൻ പോയി കണ്ട് സംസാരിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ സാറിനോടൊക്കെ ഞാൻ പോയി ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് എൻ്റെ ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പോയി സംസാരിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ സാറിനോട് ഞാൻ പോയി സംസാരിച്ച കാര്യം, എനിക്ക് സെൻസർ ബോർഡിൽ നിന്ന് ആ ഒരു ഭാഗത്തു നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമോ, കാരണം ഞാൻ ഇങ്ങനെയൊക്കെയാണ് സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതുകൊണ്ട് സാറിൻ്റെ സഹായം എനിക്ക് വേണമെന്ന് പറഞ്ഞു. സാർ എന്നെ സഹായിക്കാമെന്നും പറഞ്ഞു. സാർ എന്നെ ഭാഗ്യലക്ഷ്മി മാമിനെ കണക്ട് ചെയ്ത് തരികയും ചെയ്തതാണ്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയാണ്. ഇതൊക്കെ നടന്നൊരു കാര്യമാണ്. അന്നേ ഞാൻ പറഞ്ഞ ഇത് 1 വർഷം മുന്നേ നടന്ന കാര്യമാണ്. ആ 1.5 വർഷം മുന്നേ എനിക്ക് സെൻസർ കിട്ടുകയും ചെയ്തു. അവരുടെ ആളുകൾ തന്നെയാണല്ലോ സെൻസർ ബോർഡിൽ ഇരിക്കുന്നത്. സെൻസർ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് സെൻസർ ബോർഡിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ഞാനന്ന് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു സന്തോഷത്തോടു കൂടെ. സോ അത്രയും പോലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ഇഷ്യൂ ആണ്
ഇപ്പോൾ ബീന കാസിം കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ സിനിമയിൽ നിന്ന്. അപ്പോൾ ഇത് ആരുടെയാണ് പ്രശ്നം? അങ്ങനെയെങ്കിൽ കേരള സ്റ്റോറി എന്ന സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കലെന്ന് പറഞ്ഞ് വലിയ വിവാദങ്ങൾ ഉണ്ടാകുകയും പിന്നീട് അതിനെതിരെ ഈ പറയുന്ന മറ്റുള്ളവർ പ്രദർശിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത സംസ്ഥാനമാണ് കേരളം. അതാണ് ഞാൻ പറയുന്നത്. അതായത് സെൻസർ ബോർഡിൽ ഇല്ലാത്തൊരു പ്രശ്നം ഞാൻ കേന്ദ്ര സർക്കാരിനെ പറ്റി പറയുന്നു എന്ന് എൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അത് കണ്ടുപിടിക്കേണ്ട ഒരു സ്ഥലം സെൻസർ ബോർഡാണല്ലോ. സ്വാഭാവികമായിട്ട് അതാണല്ലോ. അപ്പം സെൻസർ ബോർഡ് അങ്ങനെ കണ്ടുപിടിക്കാതെ എൻ്റെ ഈ സിനിമ എനിക്ക് പെർമിഷൻ തരികയും സെൻസർ സർട്ടിഫിക്കറ്റ് തരികയും ചെയ്തൊരു സിനിമ എന്തുകൊണ്ട് പ്രൊഡ്യൂസർ പറയുന്നു റിലീസ് ചെയ്യാൻ സമ്മതിക്കില്ല, പ്രൊഡ്യൂസറിന്റെ ഭാഗത്തുനിന്ന് ഭയങ്കര പ്രഷറാണ്, ഈ സിനിമയിൽ ഇന്നത് പറയുന്നു. സെൻസർ ബോർഡ് അംഗീകരിച്ച സിനിമ കേരള സ്റ്റോറി ആണെങ്കിലും പ്രദർശിപ്പിക്കണമെന്നാണ് കൃത്യമായ ഒരു കലയെ സ്നേഹിക്കുന്നവർ പറയുന്നത്. അത് കേരള സ്റ്റോറി ആണെങ്കിലും അതിനപ്പുറത്തേക്കുള്ള സ്റ്റോറി ആണെങ്കിലും സെൻസർ ബോർഡ് അംഗീകരിച്ചാൽ ആ സിനിമ പ്രദർശിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അത് ആര് എതിർത്താലും നടക്കില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങൾക്കുണ്ടായത്. പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ എന്ന BJPയുടെ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ജനറൽ സെക്രട്ടറി ഭാര്യ ഇത് എതിർക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലാണ് ഇതിന്റെ കണ്ടന്റ് എല്ലാം. ഇതിന്റെ കോണ്ടന്റ് മൊത്തം അവരുടെ കയ്യിലാണ്. അവരാണ് തീരുമാനിക്കേണ്ടത് ഇത് റിലീസ് ചെയ്യണം. അതെ, അവിടെയാണ് ഐഷ ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിൽ എന്ത് സാധിക്കുമെന്നുള്ള ചോദ്യചിഹ്നം ബാക്കി നിൽക്കുന്നത്. എന്ത് സാധിക്കുമെന്നുള്ള ചോദ്യചിഹ്നം ബാക്കി വെക്കുന്നില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രയും എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ ഇത് മുന്നോട്ട് എനിക്ക് റിലീസ് ചെയ്യാനും എനിക്കറിയാം. ഇനിയിപ്പോൾ അവർ പെർമിഷൻ തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്ലാറ്റ്ഫോം ഉണ്ട്, എൻ്റെ പേജ് ഉണ്ട്, ഞാൻ അതിലൂടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഞാൻ അതിലൂടെ റിലീസ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിലൂടെ റിലീസ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഓണർഷിപ്പ് ഈ പ്രൊഡ്യൂസറിന്റെ പേരിലാണ്. അവർക്ക് ക്ലെയിം കൊടുക്കാൻ കഴിയും. ആണ് അവർക്ക് എന്നെ രാജ്യദ്രോഹ കുറ്റത്തിന് അകത്തിടാൻ ശ്രമിച്ച ആളുകളല്ലേക്കാ. അതിനെ കട്ടി വലുതൊന്നും അല്ലല്ലോ ഇത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണമെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പടം ചെയ്യാമായിരുന്നല്ലോ. എനിക്ക് നടന്മാരുടെ ഡേറ്റ് കിട്ടും, നടിമാരുടെ ഡേറ്റ് കിട്ടും, നല്ലൊരു സബ്ജക്റ്റ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന എൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. അത് 4 വർഷം എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ഡ്രീം പ്രൊജക്റ്റാണ്. അത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്ലഷ് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എനിക്കുണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രഷറുകൾ എനിക്കുണ്ട്. കാരണം എൻ്റെ ഡ്രീം പ്രൊജക്റ്റ് മാറ്റി വെച്ചിട്ട് ഞാൻ ഇത്രയും ഫ്ലഷ് എന്ന് പറഞ്ഞിട്ട് സഡനായിട്ടൊരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ലോക്ക്ഡൗൺ പീരീഡിൽ, ഇവിടെ എല്ലാ സ്ഥലവും ലോക്ക്ഡൗൺ ആയിരുന്ന പീരീഡിൽ ഞങ്ങൾ ഉള്ള പെർമിഷനൊക്കെ മേടിച്ചിട്ട് എങ്ങനെയോ പോയി ലക്ഷദ്വീപിൽ ഷൂട്ട് ചെയ്ത്, ആ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ അനീതികളാണ് ഉണ്ടായത്. എനിക്ക് ജനങ്ങൾ ഇതിൽ ക്രൗഡ് വേണം. നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് വെറും 41 ആളുകളാണ്. ഈ 40 ഇൻക്ലൂഡിങ് ടെക്നീഷ്യന്മാരടക്കം 41 പേര് എങ്ങനെ ഒരു സിനിമയിൽ സെറ്റിൽ വർക്ക് ചെയ്യും? എന്നിട്ട് ആർട്ടിസ്റ്റുകളും എല്ലാവരും അടങ്ങിക്കൊണ്ട് 41 പേരാണ് പോയത്. ഈ 41 പേര്, ഒരാൾ 10 പേരുടെ പണി വെച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കിയത്. അത്ര അധികം ഇതിൻ്റെ പുറകിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തോരം ബുദ്ധിമുട്ടിയോ അത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടെടുത്ത പടത്തിന് ഇങ്ങനെ വെട്ടിക്കീറി മുറിച്ചിട്ടാണ് ആ ഗവൺമെൻറ് എന്നെ വിട്ടത്. അവിടെ നിന്ന് തന്നെ തിരിച്ച് ഞാൻ ഇവിടെ വന്ന് എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുമ്പോൾ എഡിറ്റിംഗ് ടേബിളിലേക്ക് ഈ ബീന കാസിമിൻ്റെ ഹസ്ബൻഡ് വരികയും അവിടെ വെച്ച് എഡിറ്ററിനെ കൊണ്ട് തന്നെ പല ഭാഗങ്ങളും വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ എഡിറ്ററിനോട് ചോദിച്ചാൽ എഡിറ്റർ പറയും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ. സോ ഇവർക്ക് ഈ വെട്ടി അവസാനം ഞാൻ അതിനെ യോജിപ്പിച്ച് ഞാനൊരു പടം പോലെ ആക്കി രൂപപ്പെടുത്തി എടുത്ത് റിലീസിങ്ങിന് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലും തടയിടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറ്റ കൈക്ക് ഞാൻ തീരുമാനിച്ച കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ ചിലപ്പോൾ അത് തന്നെയായിരിക്കും ചെയ്യുക. ഇനിയിപ്പോൾ അതിന് കേസ് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, ഞാനത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും ഈ ഡബ്ബിംഗ് സമയത്ത് അന്ന് പോലീസ് കേസ് ഉള്ളപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് വന്നിരുന്നതാണ്. പോലീസ് മൊഴിയെടുക്കാൻ വരുന്ന സമയത്ത് അന്നൊക്കെ ഡബ്ബിംഗ് ഒക്കെ നടക്കുന്നു, എഡിറ്റിംഗ് നടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അന്നും പല പ്രഷറിലിരുന്നായിരുന്നു ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത് അല്ലേ? അതെ, അതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു കാര്യം ഇക്കൊന്ന് മനസ്സിലാക്കി നോക്കി. അന്ന് നിങ്ങൾ ആ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോഴും ഞാനിവിടെ ഫ്ലഷ് എന്നുള്ളൊരു സിനിമയാണെന്നും ഫ്ലഷിനെ പറ്റിയുള്ള മാർക്കറ്റിങ്ങിന് വേണ്ടി എന്തെങ്കിലും ഒരു അക്ഷരം സംസാരിച്ചു ഇല്ലല്ലോ. എൻ്റെ ഓപ്പോസിറ്റ് അന്ന് ചാനൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആ സുരേഷ് സാറോ ഏതൊരു സാർ എന്നോട് പറയുകയും ചെയ്തതാണ്, ഐഷ ഇതൊക്കെ സിനിമയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്തതാണെന്ന്. അന്ന് ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ കരിയർ ബ്രേക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, ഞാൻ തിരിച്ചു പോകാൻ തയ്യാറാണ്, ഈ സിനിമ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, നിങ്ങൾ ഈ പറയുന്ന കരട് നിയമങ്ങളൊക്കെ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇക്കാക്ക് ഓർമ്മയുണ്ടോ? അതൊക്കെ ഞാൻ വളരെ ജെന്യുവനായിട്ട് പറഞ്ഞത് തന്നെയാണ്. ഞങ്ങളുടെ ആവശ്യം, ഞങ്ങൾ ലക്ഷദ്വീപിന് എൻ്റെ ആവശ്യം, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആവശ്യം എൻ്റെ ഈ ദ്വീപിന് നീതി കിട്ടണം.
ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണം. ഇന്നിപ്പോൾ പല BJP ആളുകളും അവിടെ ഇവിടെ ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആയിഷ ഇത് മാർക്കറ്റ് ചെയ്യാണ്, ആയിഷ അത് ചെയ്യാണ്, ലക്ഷദ്വീപിൽ ഇതേപോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവരെവിടെ നിന്ന് കണ്ടു? ഞാൻ 2 ദിവസം മുന്നേ എല്ലാ ദിവസവും എൻ്റെ കൂടെ ഒരിക്കലും ഒരു ക്യാമറ വന്ന് നോക്കിയേ, ഞാൻ പോകുന്നത് എവിടേക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഹോസ്പിറ്റൽ കഴിഞ്ഞ് അടുത്ത ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ കഴിഞ്ഞ് അടുത്ത സ്റ്റുഡിയോയിലേക്ക് ഇൻ്റർവ്യൂവിന് പോണ ആളല്ല. അങ്ങനെയല്ല ഞങ്ങളാരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും വലിയ ദുരിതമാണ്. കപ്പൽ പ്രോബ്ലം തുടങ്ങി, മൺസൂൺ സീസൺ സ്റ്റാർട്ട് ചെയ്തു, അവിടെ ടിക്കറ്റ് ഇല്ലാതെ ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടതാണ് കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങൾ, എത്ര പേരാ കുടുങ്ങിയതെന്ന്. കഴിക്കാൻ ഭക്ഷണം കിട്ടണില്ല. ഇനിയിപ്പോൾ എന്താണ് അടുത്ത വഴി? എന്താണ് ഇത് ഇപ്പോൾ സംഘടനയിൽ ഐഷ സംഘടനയിൽ വല്ല മെമ്പറാണോ? ഈ ഫെഫ്ക പോലെയുള്ള സംഘടനയിൽ മെമ്പറാണോ? ഞാൻ ഒരു സംഘടനയിലും ഇതുവരെ മെമ്പറല്ല. അപ്പം പക്ഷേ എന്നെ ഉള്ളിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ ഉണ്ണികൃഷ്ണൻ സാറിനെ ഞാൻ പോയി കണ്ടപ്പോൾ സാറിൻ്റെ സഹായങ്ങൾ തരാമെന്ന് പറഞ്ഞത് 1.5 വർഷം മുമ്പേ സാർ എന്നോട് കമ്മിറ്റ് ചെയ്ത് എനിക്ക് സഹായങ്ങളൊക്കെ സാറ് ചെയ്തു തന്നതാണ്. അതേപോലെ നമ്മളെ എളമരം കരീം സാറിനെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു. സാർ എൻ്റെ സിനിമയ്ക്ക് ഇതും 1.5 വർഷം മുമ്പേ തന്നെ ഞാൻ സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സാറും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വനിതാ ഫിലിം ഫെസ്റ്റിവലിന് റിലീസ് ചെയ്യാനുള്ള ഇതൊക്കെ ചെയ്തതെന്ന് എനിക്ക് എളമരം കരീം സാറാണ്. അതുപോലെ അതിന് ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് കിട്ടിയത് കൊണ്ടാണ് അന്ന് ഞാൻ വനിതാ ഫെസ്റ്റിവലിന് എനിക്കിങ്ങനെ റിലീസ് ചെയ്യാനുള്ള പെർമിഷൻ പോലും കിട്ടിയത്. അപ്പോൾ ഇവരിപ്പോൾ ബീന കാസിം പറയുന്നത് ഇവർ ഈ സിനിമ കാണുന്നത് ഫിലിം ഫെസ്റ്റിവലിന് ഞാൻ റിലീസ് ചെയ്തപ്പോഴാണെന്ന്. അതൊക്കെ എനിക്കറിയില്ല, കാരണം അതൊക്കെ അങ്ങനെ പച്ച നുണകൾ എങ്ങനെ പറയാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ കാരണം അവർ എഡിറ്ററിനോട് ചോദിക്കുമ്പോൾ അറിയാം അവർ കണ്ടിന്യൂസ് ആയിട്ട് എഡിറ്ററുമായിട്ട് കോൺടാക്റ്റ് ഉള്ളതാണ്. എഡിറ്ററിനോട് പറഞ്ഞിട്ട് തന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ വെച്ച വേർഷൻ മാറ്റി അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് വേറൊരു എഡിറ്റിംഗ് നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ആ ഒരു സിനിമേനെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ കൂടെയും ഞാൻ ഉദ്ദേശിച്ചൊരു കണ്ടന്റ് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് സിനിമയിൽ. ഫൈനലി എന്തൊക്കെ ഇവർ ആ സ്ക്രിപ്റ്റ് കീറിയാലും അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഫൈനലി മനസ്സിലാവുന്ന കാര്യം ആളുകൾക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും അത് ആ സിനിമയിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ നാളെ എൻ്റെ ഇയാൾ പറയുന്നുണ്ട്, ഈ പറയുന്ന പ്രൊഡ്യൂസറിൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട് ഇവള് ഡയറക്ഷൻ കൊള്ളില്ല, ഇവള് അതാണ് ഇതാണ്, ഇവളെന്ത് ഡയറക്ടറാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതും ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ എനിക്ക് സന്തോഷമുള്ളൂ, എൻ്റെ ഡയറക്ഷൻ അല്ലേ, അത് ഞാൻ സഹിച്ചോളാം. ജനം എന്നെ ആയിരിക്കും കുറ്റം പറയും, ഇവളെന്താ ചെയ്ത് വെച്ചേക്കുന്നത്, സാരമില്ല, ഞാൻ സഹിക്കാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ എന്ത് സഹിച്ചും ഈ സിനിമ ഞാൻ റിലീസ് ചെയ്യും. കാരണം എനിക്ക് വേണ്ട കണ്ടന്റ് ആ 2-3 സീനുകളാണ് എനിക്ക് വളരെ അത്യാവശ്യമാണ്. ആ 2-3 സീനുകളെങ്കിലും എനിക്ക് ഇവരിത് റിലീസ് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ആ 2-3 സീനുകളുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജനങ്ങൾ അറിയേണ്ട, കേരള ജനങ്ങൾ കാണേണ്ട, അല്ലെങ്കിൽ ഇന്ത്യൻ ജനം കാണേണ്ട ഒരു 2-3 സീനുകളുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ്. ആ സീനുകൾ ഞാനങ്ങ് പുറത്തു വിടും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇപ്പം എന്തായാലും ഫേസ്ബുക്ക് പോസ്റ്റിട്ടോടുകൂടി ആളുകൾ ഒത്തിരി പേര് സപ്പോർട്ടുമായിട്ട് എത്തിയിട്ടുണ്ടാവും. ഇനിയുള്ളൊരു പോരാട്ടത്തിലേക്ക് തന്നെയാണ് ഐഷ പോകാൻ പോകുന്നത് അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാനിതൊന്ന് ഒരിക്കലും പിന്തിരിയില്ല. ഇതൊക്കെ നമ്മളെ നേരാണ് നമ്മളെ തൊഴിൽ. നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തിന് നേരുണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കുക, നമ്മൾ മുന്നോട്ട് പോവുക. അത് തന്നെയാണ് ഞാൻ എടുക്കുന്ന ആറ്റിറ്റ്യൂഡ്. തീർച്ചയായിട്ടും ഐഷ ഇനി നമുക്ക് നേരിട്ട് കാണാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഐഷയുടെ ഒരു ഇൻ്റർവ്യൂ പെട്ടെന്ന് എടുക്കേണ്ട ഒരു സാഹചര്യം വന്നുകൊണ്ടാണ് ഇങ്ങനെ എടുക്കേണ്ട വന്നത്. നേരിട്ട് നമുക്ക് കാണാം. പോരാട്ടം ഒരു കലാകാരിയെ അല്ലെങ്കിൽ ഒരു കലയെ ഇത്തരം രീതിയിൽ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിൽ ആരും കൂടെ നിൽക്കില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ആ പോരാട്ടം തുടരട്ടെ. ഇനിയും നമുക്ക് ആ പോരാട്ടത്തിലുള്ള ഈ സിനിമ ഫ്ലഷ് എന്ന സിനിമ പുറലോകം കാണാൻ കഴിയട്ടെ. അല്ലെങ്കിൽ ഐഷയുടെ പോരാട്ടത്തിൽ മറ്റേതെങ്കിലും മാർഗത്തിലുള്ള ഈ സിനിമ ജനം കാണണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. എന്തായാലും ഐഷ, നമുക്ക് ആ പോരാട്ടം തുടരാം. പോരാട്ടത്തിൻ്റെ ഭാഗമാകാൻ ഐഷയുടെ കൂടെ കൈകോർക്കാൻ ആളുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.